We are fighting here an election against the LDF, which is fully supported by the BJP. നമ്മൾ ഇവിടെ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൂർണ്ണമായി BJPയുടെ പിന്തുണയോടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടുള്ള ഒരു പോരാട്ടത്തിലാണ് നിൽക്കുന്നത്. On one side is the UDF and on the other side is a combination of LDF and BJP. ഈ പോരാട്ടത്തിൽ ഒരു ഭാഗത്ത് UDFും മറുഭാഗത്ത് LDFും BJPയും കൂടിയുള്ള ഒരു സംയുക്ത മുന്നണിയുമാണ്. One famous economist many years ago said that there is a hidden hand in the market. ഒരു പ്രമുഖനായ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കുറെ നാൾ മുമ്പ് പറഞ്ഞു, നമ്മുടെ ഈ മാർക്കറ്റിൽ ഒരു അദൃശ്യമായ കരമുണ്ട് എന്ന്. And he was making a point about economics. അദ്ദേഹം സാമ്പത്തിക തത്വശാസ്ത്രത്തെ കുറിച്ച് ഒരു കാര്യമാണ് സൂചിപ്പിച്ചത്. But here in the Kerala elections there is a hidden hand of the BJP. പക്ഷേ ഇവിടെ ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ഒരു അദൃശ്യമായ കരമുണ്ട്. And the BJP does not want the LDF, does not want the UDF here, because they know that the only force that challenges them in the country is the Congress party. BJPക്ക് കേരളത്തിൽ UDF വരണമെന്ന് ആഗ്രഹമില്ല. കാരണം അവർക്ക് കൃത്യമായിട്ടറിയാം അവരെ വെല്ലുവിളിക്കുന്ന ഏറ്റവും വലിയ ശക്തി കോൺഗ്രസ് ആണ്. We have a ideological difference, fundamental ideological difference with the BJP and the RSS. നമുക്ക് BJPയോടും RSSനോടും ഏറ്റവും അടിസ്ഥാനപരമായ ഒരു അഭിപ്രായ വ്യത്യാസം നമുക്കുണ്ട്. And the BJP understands that the left front LDF can never challenge them at the national level. BJPക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ദേശീയ തലത്തിൽ ഇവിടുത്തെ LDFന് അവരെ ഒരിക്കലും വെല്ലുവിളിക്കാൻ ഉള്ള ശക്തിയില്ല എന്നുള്ളതറിയാം. And they also know that if they are in power in Delhi, then any LDF government in Kerala is fully under their control. അതുമാത്രമല്ല അവർക്കറിയാം അവർ ഡൽഹിയിൽ അവർ അധികാരത്തിലുണ്ടെങ്കിൽ കേരളത്തിലെ ഏതൊരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരുണ്ടെങ്കിലും അവരുടെ അധികാരത്തിന്റെ കീഴിലാണ് എന്നവർക്കറിയാം. Many of you will say, what is the proof for this statement that I am making? പലരും ഒരുപക്ഷെ ചോദിച്ചേക്കാം, നിങ്ങൾ ഇങ്ങനെ ഒരു പറയുന്നതിലുള്ള തെളിവ് എന്താണ് എന്നുള്ളത്. How do we know that it is factually correct? അത് യാഥാർത്ഥ്യമാണെന്നുള്ളത് എങ്ങനെ അറിയാം എന്നുള്ള ചോദ്യം ചിലപ്പോൾ ഉന്നയിച്ചേക്കാം. Well, the first proof is that people who fight the BJP, who genuinely fight the BJP, get attacked by the BJP. അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ തെളിവ് എന്ന് പറയുന്നത് BJPയെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ BJPയോട് പോരാടുന്ന എല്ലാവർക്കെതിരെയും BJP വലിയ ആക്രമണം അടിച്ചുവിടും. They get threatened by the BJP. അവർ BJPയിൽ നിന്ന് അവർക്ക് നിരന്തരമായ ഭീഷണി നേരിടേണ്ടി വരുന്നുണ്ട്. I myself have been attacked. I have 36 cases on me. എനിക്കെതിരെ 36 കേസുകൾ ഉണ്ട്. എന്നെ തന്നെ BJP ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. I've been interrogated for 55 hours non-stop. ഞാൻ 55 മണിക്കൂർ ഇടതടവില്ലാതെ നിരന്തരമായി എന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട്. So the first proof is that there is no attack on the chief minister of Kerala by the BJP. അതുകൊണ്ട് ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ BJPയുടെ ഒരു ആക്രമണവും നടക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. Everybody knows that the LDF leadership is corrupt. എല്ലാവർക്കും അറിയാം ഇവിടുത്തെ LDFന്റെ നേതൃത്വം അവർ കീഴടങ്ങിയിരിക്കുകയാണ്. There are cases ongoing, but there is no pressure on them from the BJP. There is no interrogation. There are no threats from the BJP on them. അവരുടെ നേരെ അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ചോളം യാതൊരു ഭീഷണിയും BJPയുടെ നേരിൽ നിന്ന് അവർക്കൊരു ഭീഷണിയും നേരിടുന്നില്ല. And the second reason is the Prime Minister came here yesterday to Kerala. ഇവിടെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്നലെ കേരളത്തിൽ പ്രധാനമന്ത്രി എത്തിയിരുന്നു. Wherever he goes, he talks about temples and religion. അദ്ദേഹം എവിടെയെല്ലാം പോയാലും അദ്ദേഹം മതത്തെക്കുറിച്ചും ക്ഷേത്രങ്ങളെക്കുറിച്ചുമാണ് സംസാരിക്കുന്നത്. In every speech he is talking about temple and religion. അദ്ദേഹത്തിന്റെ എല്ലാ പ്രസംഗങ്ങളിലും അദ്ദേഹം പറയുന്നത് അമ്പലങ്ങളെക്കുറിച്ചും അവിടുത്തെ മതത്തെക്കുറിച്ചുമാണ്. But somehow he has forgotten about what happened in Sabarimala. പക്ഷെ എന്തുകൊണ്ടോ അദ്ദേഹം കേരളത്തിൽ വരുമ്പോൾ ശബരിമലയെ കുറിച്ച് അദ്ദേഹം മറന്നു പോവുകയാണ്. He has forgotten that the left front leaders stole
from Ayyappaji. അദ്ദേഹം കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കന്മാർ ശബരിമല അയ്യന്റെ സ്വത്ത് കവർന്നു എന്നുള്ളത് മറക്കുകയാണ്, സ്വർണം കവർന്നു എന്നുള്ളത് മറക്കുകയാണ്. He has forgotten that the left front leaders took the gold of Ayyappa temple and replaced it with brass. അദ്ദേഹം മറന്നുപോവുകയാണ് ശബരിമലയിലെ അയ്യപ്പന്റെ ക്ഷേത്രത്തിലുള്ള സ്വർണം അവിടെ നിന്ന് കട്ടെടുത്തു കൊണ്ടുപോയി അതിൽ ചെമ്പാക്കി മാറ്റി അവിടെ വെച്ചു എന്നുള്ളത് അദ്ദേഹം മറക്കുകയാണ്. So because he does not want to damage the BJP, he has kept quiet about the crime that has taken place against the holiest temple. പക്ഷേ CPM രക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഈ രാജ്യത്തെ ഏറ്റവും പവിത്രമായ ക്ഷേത്രത്തിൽ നടന്ന കൊള്ളയെ അദ്ദേഹം മറച്ചു വെക്കുകയാണ്. This shows two things. The first thing it shows is that BJP and LDF are joined together. ഇതിൽ രണ്ട് കാര്യങ്ങൾ വെളിവാവുകയാണ്. അതിലൊന്ന് LDF-ഉം BJP-യും ഇതിൽ ഒരേ വശത്ത് നിൽക്കുകയാണ്. And the second thing it shows is Narendra Modi does not care anything about religion, Hinduism or temples. രണ്ടാമത് വെളിവാകുന്നത് നരേന്ദ്രമോദി ഹിന്ദു മതത്തെക്കുറിച്ചോ ക്ഷേത്രങ്ങളെക്കുറിച്ചോ ഒന്നും വേവലാതിപ്പെടുന്നില്ല എന്നുള്ളതാണ്. For him, if he gets a vote from the temple, then he will talk about the temple. അദ്ദേഹം നരേന്ദ്രമോദിയെ സംബന്ധിച്ചോളം ആ ക്ഷേത്രത്തിൽ നിന്ന് അദ്ദേഹത്തിന് വോട്ട് ലഭിക്കുമെങ്കിൽ അദ്ദേഹം അതിനെക്കുറിച്ച് സംസാരിക്കും. If he wants to protect the interest of the LDF, then he will not speak about the temple. LDF-ന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അതിനെക്കുറിച്ച് മിണ്ടില്ല. We don't make big speeches, but I guarantee you that the UDF government is going to make sure that the criminals who stole from the temple are finished, provided are given the punishment that they deserve. നമുക്ക് വലിയ പ്രസംഗങ്ങളൊന്നുമില്ല, പക്ഷെ ഒരു കാര്യം ഉറപ്പു തരുന്നു, UDF അധികാരത്തിലേക്ക് വന്നാൽ ശബരിമലയിലെ അയ്യപ്പന്റെ ക്ഷേത്രത്തിൽ കൊള്ള നടത്തിയവരെ നമ്മൾ ശിക്ഷിക്കും, അവർ അതിനകത്തുള്ള അർഹിക്കുന്ന ശിക്ഷ ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കും. The other thing is that I keep saying LDF. ഞാൻ മറ്റൊരു കാര്യം ഞാൻ എപ്പോഴും LDF എന്ന് പറയുന്നുണ്ട്, Left front. ഇടതുപക്ഷം എന്നാണ് പറയുന്നത്. But really, the LDF does not behave like a left party in Kerala. പക്ഷെ സത്യത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു ഇടതുപക്ഷമായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. In their actions, in their policies, they are as corporatist as the BJP. അവരുടെ നയങ്ങളിൽ, അവർ നടക്കുന്ന പദ്ധതികളിൽ അവർ BJP-യെ പോലെ തന്നെ കുത്തകവൽക്കരണത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു. And you can ask LDF workers this question. നിങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരോട് ഈ ചോദ്യം ചോദിക്കാം. You can ask them, is today's Kerala government truly a left government? Is today's Kerala government truly a government of the poor people of Kerala? Every single LDF worker will tell you no, it is no longer a left government. It is now a corporatist, corporate supported, corporate funded government. നിങ്ങൾക്ക് ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരോട് ചോദിക്കാം, ഈ സർക്കാരിൽ എവിടെയെങ്കിലും ഇടതുപക്ഷത്തിന്റെ സ്വഭാവമുണ്ടോ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള നയങ്ങൾ എന്തെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിൽ നിന്ന് ഉണ്ടോ എന്ന് ചോദിക്കാം. നിങ്ങൾക്ക് ലഭിക്കുന്ന മറുപടി ഇല്ല എന്നുള്ളതായിരിക്കും. അവർ കുത്തകവൽക്കരണത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് മാറിയിരിക്കുന്നു. Now you'll ask me again, what is the proof? നിങ്ങൾ ഇനിയും എന്നോട് ചോദിക്കും, എന്താണ് തെളിവ് എന്നുള്ളത്. I'll tell you the proof. ഞാൻ പറയാം എന്താണ് തെളിവെന്ന് ഞാൻ പറയാം. UDF used to support rubber workers. നമ്മുടെ UDF നമ്മളിവിടുത്തെ റബ്ബർ തൊഴിലാളികളെ നമ്മൾ പിന്തുണയ്ക്കുന്നുണ്ടായിരുന്നു. Used to protect the rubber industry. നമ്മൾ ഇവിടുത്തെ റബ്ബർ വ്യവസായത്തെ നമ്മൾ പിന്തുണച്ചിട്ടുണ്ട്. When they had difficult times, we used to give them compensation. അവർക്ക് ബുദ്ധിമുട്ടുണ്ടായ സമയമുണ്ടായിരുന്നപ്പോൾ നമ്മൾ അവർക്ക് നഷ്ടപരിഹാരം നൽകിയിട്ടുണ്ട്. The LDF refuses to compensate the rubber workers of Kerala. നമ്മൾ ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലെ റബ്ബർ തൊഴിലാളികൾക്ക് ഉണ്ടായ നഷ്ടം പരിഹരിക്കാൻ നഷ്ടപരിഹാരം നൽകുന്നതിന് വിസമ്മതിക്കുകയാണ്. The left is about protecting workers from the market. ഇവിടെ ഇടതുപക്ഷം ഇവിടുത്തെ വ്യവസായത്തിലുള്ള തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇടത് എന്നുള്ളത്. But the LDF government in Kerala is not interested in protecting the workers, rubber industry from the market. They don't care. പക്ഷേ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ മാർക്കറ്റിലുള്ള റബ്ബർ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി തൽപരരല്ല. They are more than happy to have
a relationship with big business the same that Mr. Narendra Modi does. നരേന്ദ്രമോദി എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലത്തെ വലിയ വ്യവസായികളുമായി കുത്തകളുമായി ബന്ധം സ്ഥാപിക്കാനാണ് കേരളത്തിലെ ഇടതുപക്ഷം താല്പര്യപ്പെടുന്നത്. I have spoken in detail about how the Prime Minister has been compromised by Mr. Donald Trump. ഞാൻ പലപ്പോഴായിട്ട് യുഎസിന്റെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ട് എങ്ങനെയാണ് നരേന്ദ്രമോദി കീഴടങ്ങിയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. Everybody knows that there are 3.5 million files, Epstein files, that are still locked up. എല്ലാവർക്കും അറിയാം ഏകദേശം 35 ലക്ഷത്തോളം എപ്സ്റ്റീൻ ഫയലുകൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. And everybody knows whose name is in those Epstein files. എല്ലാവർക്കും അറിയാം ആ എപ്സ്റ്റീൻ ഫയലിനകത്ത് ആരുടെ പേരാണ് ഉള്ളത് എന്ന് എല്ലാവർക്കും അറിയാം. Donald Trump publicly humiliates the Prime Minister of India. ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ പരസ്യമായി അധിക്ഷേപിക്കുകയാണ്. He publicly says that I can destroy Narendra Modi's career anytime I want. അദ്ദേഹം പരസ്യമായി പറയാണ് ഞാൻ വായ തുറന്നാൽ നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ജീവിതം തകർക്കാൻ സാധിക്കും എന്ന്. He is absolutely right. അദ്ദേഹം ശരിയാണ്, യാഥാർത്ഥ്യമാണ് അദ്ദേഹം പറയുന്നത്. Because he understands that the entire finances of the BJP are linked to Mr. Adani. അത് സത്യവുമാണ്. കാരണം അദ്ദേഹത്തിന് അറിയാം ഈ ബിജെപിയുടെ എല്ലാ ഫണ്ടും അവർക്ക് വരുന്ന പണത്തിന്റെ സ്രോതസ് മുഴുവൻ അദാനിയുമായി ബന്ധപ്പെട്ടാണ്. And if you go on the internet and you search, you will find that there is a case against Mr. Adani in the United States. നിങ്ങൾ ഈ വെബ്സൈറ്റിലേക്ക് പോയി ഗൂഗിളിൽ പോയിട്ട് നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്കറിയാൻ കഴിയും യുഎസിൽ അദാനിക്കെതിരായിട്ടുള്ള കേസുകൾ നിലനിൽക്കുന്നുണ്ട്. The case is not targeting Mr. Adani, it is targeting Mr. Modi. ആ കേസ് അദാനിയെ ലക്ഷ്യം വെച്ചുള്ളതല്ല, മറിച്ച് നരേന്ദ്രമോദിയെ ലക്ഷ്യം വെച്ചുള്ള കേസുകളാണ്. I don't know if you know this or not, but Mr. Adani cannot enter America. നിങ്ങൾക്ക് അറിയുമോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ പാടില്ല, പക്ഷേ അദാനിക്ക് അമേരിക്കക്കകത്ത് പ്രവേശിക്കാൻ കഴിയില്ല. He does not travel anymore like he used to. അത് അദ്ദേഹം നേരത്തെ യാത്ര ചെയ്തിരുന്നത് പോലെ അമേരിക്കക്കകത്ത് ഇപ്പോൾ അദ്ദേഹം യാത്ര ചെയ്യുന്നില്ല. Because if he does, they will pick him up and take him to the United States. കാരണം അദ്ദേഹം അങ്ങനെ യാത്ര ചെയ്താൽ അദ്ദേഹത്തെ അവിടെ നിന്ന് പൊക്കിയെടുത്ത് യുഎസിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ട്. And you saw with your own eyes when I started raising this in Parliament, the Prime Minister got up and ran away from Parliament. നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്. ഞാൻ ഈ വിഷയം ഇന്ത്യയുടെ പാർലമെന്റിൽ ഉന്നയിച്ചപ്പോൾ നരേന്ദ്രമോദി അവിടെ നിന്ന് പേടിച്ച് പിന്മാറി പോകുന്നത് കണ്ടതാണ്. After that, the BJP came up with the whole idea of how women MPs of the Congress party were going to attack the Prime Minister. Ridiculous, laughable idea. അത് കഴിഞ്ഞപ്പോൾ പരിഹാസ്യമായ വളരെ ഒരു അധിക്ഷേപകരമായിട്ടുള്ള ഒരു നിലപാടുമായിട്ട് ആ ബിജെപി വന്നു. ഇന്ത്യയിലെ പാർലമെന്റിലെ കോൺഗ്രസിന്റെ വനിതാ എംപിമാർ അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന പരിഹാസ്യമായ ഒരു വാദവുമായി മുന്നോട്ട് വന്നു. The truth is that Narendra Modi is compromised by Donald Trump. അതിന്റെ സത്യം നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഡൊണാൾഡ് ട്രംപിന് കീഴടങ്ങിയിരിക്കുകയാണ്. This is an unwritten truth, everybody knows it. ഇത് എല്ലാവർക്കും മനസ്സിലാവുന്ന സത്യമാണ്. And the same way Donald Trump controls Narendra Modi controls your chief minister. അത് എങ്ങനെയാണോ ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദിയെ നിയന്ത്രിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ മുഖ്യമന്ത്രിയെ നരേന്ദ്രമോദി നിയന്ത്രിക്കുകയാണ്. The same way Narendra Modi is controlled by his corruption, by his financial system. Your chief minister is controlled by his corruption, his financial system. എങ്ങനെയാണോ നരേന്ദ്രമോദിയെ അദ്ദേഹത്തിന്റെ അഴിമതി കൊണ്ട് അദ്ദേഹത്തിന്റെ ഫണ്ടുകളുടെ ഇതുകൊണ്ട് അദ്ദേഹത്തെ നിയന്ത്രിക്കപ്പെടുന്നത് അതേപോലെ തന്നെ പിണറായി വിജയൻ നരേന്ദ്രമോദിയുടെ മുന്നിൽ അദ്ദേഹത്തിന്റെ അഴിമതി കൊണ്ടും അദ്ദേഹത്തിന്റെ ഫണ്ടിന്റെ സോഴ്സ് കൊണ്ടും നിയന്ത്രിക്കപ്പെടുകയാണ്. Just now when I was coming here, I was in the helicopter, I was looking down and I was noticing how close people's houses are in Kerala. ഞാനിപ്പോൾ വരുമ്പോൾ ഞാൻ ഹെലികോപ്റ്ററിൽ താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നോക്കുകയായിരുന്നു എത്രമാത്രം അടുത്തടുത്താണ് കേരളത്തിലെ ജനങ്ങളുടെ വീടുകൾ നിലനിൽക്കുന്നത് എന്നുള്ളത്. And I was also noticing how beautiful the environment is, how green Kerala is. ഞാൻ ഒന്നുകൂടി നോക്കുകയായിരുന്നു എത്രമാത്രം ഭംഗിയോടുകൂടി എത്രമാത്രം പച്ചപ്പോട് കൂടിയ പ്രദേശമാണ് കേരളം എന്നുള്ളത്. Why? Because you value your environment. എന്തുകൊണ്ടാണ്? കാരണം നിങ്ങൾ നിങ്ങളുടെ പ്രകൃതിയെ നിങ്ങൾ അമൂല്യമായി സംരക്ഷിക്കുന്നു. And the fact that you live so close together makes you tolerant. നിങ്ങളെ നിങ്ങളുടെ പ്രകൃതിയോടൊപ്പം
ചേർന്ന് നിങ്ങൾ ജീവിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളിൽ സഹിഷ്ണുത ഉണ്ടാക്കുന്നത്. You understand the other person's ideas, the other person's perspective, the other person's views. നിങ്ങൾ മറ്റുള്ള മനുഷ്യരുടെ അവരുടെ കാഴ്ചകൾ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ മാനിക്കുന്നു, നിങ്ങൾ അവരുടെ അഭിപ്രായങ്ങളെ വിലമതിക്കുന്നു, നിങ്ങൾ ഒരുമിച്ച് സഹവർത്തിത്വത്തോടു കൂടി ജീവിക്കുന്നു. Different communities, different religions, all living together. പല സമൂഹങ്ങൾ, പല മതങ്ങൾ, എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന നാടാണ്. And you teach a lot to the rest of the country. നിങ്ങൾ ഈ രാജ്യത്തിന്റെ മറ്റൊരു ഭാഗത്തേക്ക് നിങ്ങൾ അവരെ പഠിപ്പിക്കുക കൂടിയാണ്. You teach the rest of the country that it doesn't matter if the person in front of you has different ideas, you can still respect and love that person. നിങ്ങൾ രാജ്യത്തിന്റെ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കുന്ന സന്ദേശം മറ്റുള്ളവർക്ക്, നമ്മുടെ മുന്നിലുള്ളവർക്ക് വ്യത്യസ്തമായ ആശയങ്ങൾ ഉണ്ടാവാം, അഭിപ്രായങ്ങൾ ഉണ്ടാവാം, പക്ഷേ ഒരുമിച്ച് സ്നേഹത്തോടു കൂടി ജീവിക്കാൻ കഴിയും എന്ന സന്ദേശമാണ്. Disrespect, anger, hatred are not strengths. They are weaknesses. ബഹുമാനമില്ലായ്മ, ദേഷ്യം, അതുപോലെ തന്നെ വെറുപ്പ് അതൊരിക്കലും ശക്തിയല്ല, അതെല്ലാം ദൗർബല്യങ്ങളാണ്. Humility, love, respect are strengths. വിനയം, അതുപോലെ തന്നെ സഹവർത്തിത്വം, അതുപോലെ തന്നെ ഒരുമിച്ച് നിൽക്കുക, അത് ശക്തിയാണ്. As member of parliament of Wayanad, you taught me this. ഒരു വയനാടിലെ MP എന്ന നിലയിൽ നിങ്ങളാണ് എന്നെ ഇത് പഠിപ്പിച്ചത്. The people of Kerala showed me how they responded when tragedy struck them. കേരളത്തിലെ ജനങ്ങളാണ് എന്നെ പഠിപ്പിച്ചത് അവരെങ്ങനെയാണ് ഒരു ദുരന്തം വരുമ്പോൾ ഒരുമിച്ച് നിന്ന് അതിനെ നേരിടുന്നത് എന്നുള്ളത്. I saw with my own eyes all people, all religions coming together as one. ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ് എല്ലാ സമൂഹത്തിലും പെട്ടവർ, എല്ലാ മതത്തിലും പെട്ടവർ ആ ദുരന്തങ്ങളിൽ ഒരുമിച്ച് വരുന്നത്, to defend each other, ഒരുമിച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടതാണ്. Now, just when I started this speech, I happened to look at this mic. ഞാൻ ഇവിടെ സംസാരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ ഈ മൈക്ക് നോക്കുവാൻ ഞാൻ ഇടയായി. And on this mic is written country of origin China. ഞാൻ ഈ മൈക്ക് നോക്കുമ്പോൾ ഇതിൽ മൈക്കിൽ എഴുതിയിരിക്കുന്നത് ഇത് ചൈനയിൽ നിർമ്മിതമാണ് എന്നാണ്. And I'm wondering why on this mic it is not written country of origin India, state of origin Kerala. ഞാൻ അത്ഭുതപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഈ മൈക്കിൽ ഇത് ഇന്ത്യയിൽ നിർമ്മിച്ചതാണ് എന്ന് എഴുതപ്പെടാത്തത്, എന്തുകൊണ്ടാണ് അത് കേരളത്തിലാണ് നിർമ്മിക്കുന്നത് എന്ന് പറയാത്തത്. How are the youngsters of Kerala expected to get a job if we do not have things made in India? ഈ കേരളത്തിൽ, ഈ ഇന്ത്യയിൽ നമ്മൾ അത്തരത്തിലുള്ള ഉൽപാദനത്തിന് നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ കേരളത്തിലെ യുവജനങ്ങൾക്ക് എങ്ങനെയാണ് തൊഴിലുകൾ ലഭിക്കുക? And how are we ever going to make things in Kerala if only one or two companies control the future of Kerala? ഈ കേരളത്തിന്റെ ഭാവിയെ ഒന്നോ രണ്ടോ കമ്പനികൾ മാത്രമാണ് നിയന്ത്രിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് അത്തരത്തിലുള്ള അവസരങ്ങൾ യുവജനങ്ങൾക്ക് കേരളത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുക? Your chief minister and the prime minister are handing this country over to Adani and Ambani. നിങ്ങളുടെ മുഖ്യമന്ത്രിയും ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും ഈ രാജ്യത്തെയും ഇന്ത്യയും മുഴുവൻ അദാനിക്ക് വേണ്ടി കൈമാറാനായിട്ട് നോക്കുകയാണ്. And Adani and Ambani are not interested in giving jobs to the people of Kerala or the people of India. അദാനിയോ അംബാനിയോ ഈ കേരളത്തിലെ ജനങ്ങൾക്കോ ഇന്ത്യയിലെ ജനങ്ങൾക്കോ തൊഴിൽ നൽകാൻ തൽപരരല്ല. Kerala needs its small and medium businesses to be strengthened. കേരളത്തിന് അവരുടെ ചെറുകിട വ്യാപാരങ്ങളും വ്യവസായങ്ങളും ശാക്തീകരിക്കപ്പെടണം. Kerala needs its agricultural foundation to be strengthened. കേരളത്തിന് നമ്മുടെ കാർഷിക അടിസ്ഥാനങ്ങൾ, കാർഷിക രംഗത്തെ ഏറ്റവും അടിസ്ഥാനപരമായി ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. Kerala needs connectivity and IT. കേരളത്തിന് IT വ്യവസായവും അതുപോലെ തന്നെ നമ്മുടെ കണക്ടിവിറ്റിയും വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. And Kerala needs protection for its people. കേരളത്തിന് അവരുടെ ജനങ്ങൾക്ക് സംരക്ഷണം ലഭിക്കേണ്ടതായിട്ടുണ്ട്. LDF has been in power for 10 years. കഴിഞ്ഞ 10 വർഷമായി LDF ആണ് കേരളം ഭരിക്കുന്നത്. They are taking away the strength of Kerala. അവർ കേരളത്തിന്റെ ശക്തിയെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. They are doing exactly what the BJP does. അവർ BJP ചെയ്യുന്നത് എന്താണോ അത് തന്നെയാണ് കേരളത്തിൽ LDF ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. The UDF is going to give 5 guarantees to the people of Kerala. UDF കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി 5 ഗ്യാരണ്ടികൾ പ്രഖ്യാപിക്കുകയാണ്. The UDF is going to give compensation to the rubber workers, rubber industry. UDF ഈ നാട്ടിലെ റബ്ബർ തൊഴിലാളികൾക്ക് അവർക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന് പ്രഖ്യാപിക്കുകയാണ്. So I'll read out the UDF's guarantees which are protection for the people of Kerala. ഞാൻ ഇവിടെ UDF നൽകുന്ന ഗ്യാരണ്ടികൾ
ഞാനിവിടെ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് ജനങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന ഗ്യാരണ്ടികളാണ്. I'm seeing quite a few ladies in the crowd. ഞാൻ ഇവിടെ ഇരിക്കുന്നവരിൽ കുറേയധികം സ്ത്രീകളെ കാണുന്നുണ്ട്. The first guarantee that we are going to give is all these ladies will travel for free in buses in Kerala. ആദ്യമായിട്ട് നമ്മൾ നൽകുന്ന ഗ്യാരണ്ടി ഈ ഇരിക്കുന്ന സ്ത്രീകൾക്ക് കേരളത്തിൽ KSRTC ബസ്സുകളിൽ സൗജന്യമായി യാത്ര ചെയ്യാൻ കഴിയുന്ന ഉണ്ടാക്കും. The second guarantee is 1,000 rupees a month for college going girls of Kerala. Every single college going girl. നമ്മുടെ രണ്ടാമത്തെ ഗ്യാരണ്ടി കോളേജിൽ പഠിക്കുന്ന നമ്മുടെ പ്രിയങ്കരെ പെൺകുട്ടികൾക്ക് എല്ലാ മാസവും 1000 രൂപ അവർക്ക് നൽകും എന്ന് പ്രഖ്യാപിക്കുന്നു. Now I can see quite a few people, older people here as well. എനിക്ക് ഇവിടെ മുതിർന്നവരായിട്ട് ഒത്തിരി പേരെയും കാണാൻ സാധിക്കുന്നുണ്ട്. We are going to increase their welfare pension to 3,000 rupees a month. നമ്മൾ അവരുടെ സാമൂഹിക സുരക്ഷാ പെൻഷൻ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്ന് ഉറപ്പ് നൽകുകയാണ്. We are going to start a new health insurance scheme that is going to give each family 25 lakh rupees of health care when required. നമ്മൾ പുതിയ ഒരു ആരോഗ്യ സംരക്ഷണ ഇൻഷുറൻസ് പദ്ധതി നമ്മൾ രൂപീകരിക്കുകയാണ്. ഒരു കുടുംബത്തിന് 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസിന്റെ സംരക്ഷണം അവർക്ക് ലഭിക്കുമെന്ന് ഉറപ്പ് നൽകുന്നു. The health insurance scheme is going to transform. क्या हो गया? Sugar problem है. Some sugar. Given. Oh, it's okay. It's okay. पानी दे दो ना. Yeah. Rubber, take it. So sorry for that interruption. The gentleman was not feeling well. തടസ്സമുണ്ടായതിൽ ഖേദിക്കുന്നു. ഒരു ആള് ഇവിടെ സുഖമില്ലാതെ ഒരവസ്ഥ ഉണ്ടായതുകൊണ്ടാണ്. So the health insurance scheme is going to transform the healthcare industry of Kerala. അതുകൊണ്ട് നമ്മുടെ ആരോഗ്യ സംരക്ഷണ ആരോഗ്യ ഇൻഷുറൻസ് കേരളത്തിലെ ആരോഗ്യ രംഗത്തെ തന്നെ പരിവർത്തനം ചെയ്യുന്ന ഒന്നായി മാറാൻ പോവുകയാണ്. Huge money is going to be injected into the healthcare system and we will need new doctors and new nurses and we will be able to support them. നമ്മുടെ ആരോഗ്യ രംഗത്തേക്ക് വലിയ തോതിലുള്ള നിക്ഷേപത്തിന് വഴിയൊരുക്കുകയാണ്. നമുക്ക് പുതുതായി ഡോക്ടർമാർ, ആരോഗ്യ പ്രവർത്തകർ എല്ലാം നമുക്ക് ആരോഗ്യ രംഗത്ത് വേണ്ടിവരും. For youngsters, we are going to give them 5 lakh rupees interest-free loan to start their businesses. നമ്മുടെ ഇവിടുത്തെ യുവജനങ്ങൾക്ക് അവർക്ക് 5 ലക്ഷം രൂപ പലിശരഹിതമായിട്ടുള്ള വായ്പ അവർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി അവർക്ക് നൽകുമെന്ന് നമ്മൾ ഉറപ്പ് നൽകുകയാണ്. And we are going to have a new ministry for senior citizens. അതുപോലെ തന്നെ നമ്മുടെ വൃദ്ധരായ ജനങ്ങൾക്ക്, നമ്മുടെ മാതാപിതാക്കൾക്ക് അവർക്ക് വേണ്ടിയിട്ടൊരു പ്രത്യേക വകുപ്പ് നമ്മൾ രൂപീകരിക്കും എന്ന് ഉറപ്പ് നൽകുകയാണ്. Finally, it is our commitment to protect rubber farmers and workers. അവസാനമായി നമ്മുടെ റബ്ബർ തൊഴിലാളികളെയും അവിടുത്തെ കർഷകരെയും സംരക്ഷിക്കുക എന്നുള്ളത് നമ്മളുടെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യമാണ്. We are not going to let rubber farmers be open to the vagaries of the market. നമ്മൾ ഇവിടുത്തെ റബ്ബർ കർഷകരെ ഈ വ്യവസായത്തിൽ ഉണ്ടാവുന്ന അനിഷ്ടങ്ങൾക്ക് അവരെ വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറല്ല. We are not going to let them suffer as a result of prices. ഇവിടുത്തെ വിലയുടെ വ്യതിയാനം കൊണ്ട് അവർക്ക് നഷ്ടമുണ്ടാവുന്ന, അവർ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആ റബ്ബർ കർഷകരെ വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറല്ല. So we will systematically protect them and compensate them when the market works against them. അതുകൊണ്ട് നമ്മൾ അവരെ സംരക്ഷിക്കുന്നതിനുള്ള നയമുണ്ടാക്കും. അവർക്ക് വില വ്യതിയാനത്തിൽ ഉണ്ടാവുന്ന നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള നയം നമ്മൾ രൂപീകരിക്കും. Please support our candidates, UDF candidates, Advocate Santa Kumarji and Abe Karyokos ji. അതുകൊണ്ട് നമ്മുടെ സ്ഥാനാർത്ഥികളായ അഡ്വക്കേറ്റ് CV ശാന്തകുമാറിനെയും അതുപോലെ തന്നെ അബേ കുര്യാക്കോസിനെയും നിങ്ങൾ പിന്തുണയ്ക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. And once again, thank you very much for coming out in this heat to listen to me. ഒരിക്കൽ കൂടി ഇത്രയും ചൂടിൽ ഇത്രയും വലിയ ജനക്കൂട്ടമായിട്ട് നിങ്ങൾ ഇവിടെ എത്തിയതിൽ ഞാൻ നിങ്ങളോട് നന്ദി രേഖപ്പെടുത്തുന്നു. And I also thank all the Congress workers who are working really hard, going house to house to ensure UDF victory.
അതുപോലെ തന്നെ ഇവിടുത്തെ UDF പ്രവർത്തകരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. നിങ്ങൾ വീട് വീടാന്തരം കയറി UDFന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന നിങ്ങളെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. Thank you very much. നന്ദി.